അത് ശരി. അപ്പൊ സംവിധായകൻ പുറത്തായല്ലേ? കേക്കണ്ടോ നീയേ? എന്താ? എടാ നമ്മ കാസുകാരാവാൻ പോവാണെന്ന്. ഓ ഈ വരണം ബുധനാഴ്ച പെൽച്ചിക്ക് നമ്മന്റെ കയ്യിൽ വരാൻ പോണത് 1 കോടി റുപ്യല്ലേ, 6 കോടി റുപ്യാണേ. 6 കോടിയോ? എനിക്ക് ആലോചിക്കാൻ പോയേ. 7ാം ക്ലാസ്സും കുസ്തി വരെ പോയമാര് 6 കോടി രൂപ എന്നെണ്ണി തീർക്കാനാണ്. അമ്മച്ചി അപ്പോഴ കിടന്ന ഞങ്ങളുടെ നാടാ. ആരെങ്കിലും കണ്ടാ ഞങ്ങളെ തല്ലി കൊല്ലൂട്ടാ. എന്നതാടാ നിങ്ങൾ എന്നാത്തിനാടാ പേടിക്കുന്നത്? ഈ അമ്മച്ചി ഇല്ലേ? അമ്മച്ചി ഉണ്ടാവും, പക്ഷെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉണ്ടാവില്ല അമ്മച്ചി. അമ്മച്ചി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. നീ പേടിക്കലടാ കോപ്പറേ. ആ അത് മതി. ഈ പോസ്റ്റ് മോളാണോ അമ്മച്ചിയുടെ മോള്? പോസ്റ്റ് മോൾ അല്ലടാ, റോസ് മോളാ. വാടാ പൈസേ. അപ്പൂനെയും കൂട്ടുകാരെയും കുറിച്ച് റോസ്മേരി എപ്പോഴും പറയുമായിരുന്നു. അന്ന് അപ്പു ആ സമയത്ത് അവിടെ വന്നോണ്ടാ എന്റെ മോള് രക്ഷപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വന്ന അപ്പുവിന്റെ പരീക്ഷണങ്ങളെ പറ്റി പറയാനേ റോസ്മേരിക്ക് നേരമുള്ളൂ. കോപ്പറേ വാ മോളെ. എന്നാ വരൂ. അറിയാത്ത മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എന്റെ നിളയാണ്. ശമ്പളം കിട്ടിയാൽ ഇവൾ ആദ്യം വാങ്ങിക്കുന്നത് അപ്പൂന് തരാനുള്ള പുസ്തകങ്ങളാ. അത് ശരി. തിരക്കഥാകൃത്ത് ഇച്ഛിച്ചതും സംവിധാനം കൽപ്പിച്ചതും പോലെ തന്നെ മോനെ. ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇനി നിങ്ങൾ വിഷമിക്കണ്ട. റോസ്മോളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. റോസ്മോളെ കാണിച്ച ഹോസ്പിറ്റൽ ഏതാന്നാ പറഞ്ഞത്? വളരെ നല്ല തീരുമാനം. ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് നമുക്ക് ടെൻഷൻ വേണ്ട. ബുധനാഴ്ച തന്നെ നമുക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാം. അതിനിടയിൽ യാത്രകളൊന്നും വേണ്ട. വീണ്ടും ഫെയിൻ്റ് ആകാതെ നോക്കണം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകും. സോ യു ടേക്ക് റെസ്റ്റ് പ്രോപ്പർലി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആ ശരി. ഈ റോസ്മേരിക്ക് കല്യാണം കഴിക്കുന്നതുകൊണ്ട് തകരാറ് എന്തെങ്കിലും ഉണ്ടോ നോ ചോദിച്ചാൽ പ്രോബ്ലം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെയാകും റോസ്മേരി. അതല്ല, ഈ കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഈ ശാസ്ത്രപരമായോ സാങ്കേതികപരമായോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലടോ. താൻ ധൈര്യമായിട്ട് അവളെ കെട്ടിക്കോ. എനിക്ക് കെട്ടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വെറുതെ വളവള പറയണേ. ആര് കെട്ടിയാലും അവൻ ഭാഗ്യവാനാടോ. ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കും ചാറ്റിങ്ങും ഒന്നും ഇല്ലാത്തൊരു പെണ്ണിനെ കിട്ടുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാടോ. അമ്മേ ദേ അച്ഛൻ. വാടാ അച്ഛാ. സുമേ. അമ്മച്ചി ഇതാണ് എന്റെ സുമ. ഇതാ ഞാൻ പറഞ്ഞ അമ്മച്ചി. വാടാ. ആ പടി ചവിട്ടിയാ മുട്ടും കാലം ഞാൻ തല്ലിയൊടിക്കും. നാട്ടുകാരറിഞ്ഞ് നിങ്ങളെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് വിട്ടു പോയിക്കോണല്ലോ എന്റെ വീട്ടിൽ നിന്ന്. അയ്യോ അമ്മാവൻ, ഞങ്ങള് രക്ഷപ്പെട്ട് ഞങ്ങളുടെ ബാധ്യത മുഴുവൻ തീർക്കാൻ പോയി അമ്മച്ചി. തോലിനൊരു ഭഗവതിയാണ്, മാമനൊരു 10 പൈനെ കൂടി മേടിക്കാനുള്ള പരിപാടി അയിമയ്ക്കുണ്ടേ. പിന്നെ പശുവിനെ മേടിക്കുമ്പോ നമ്മുടെ ബാലേട്ടന്റെ പശുവില്ലേ, പശുറാണി, അതുപോലെ ഒരെണ്ണത്തിന് കേട്ടോ അമ്മാവാ. ഇത് വല്ലതും നടക്കുവോ ചെടുത്തേരെ? എല്ലാം നടക്കും പോയി നേരെ. ഇപ്പൊ ഡീസൽ അടിക്കാനുള്ള കാശ്. അതെ, പശുവിനെ ഇപ്പൊ നോക്കി വെച്ചോളൂ. ബുധനാഴ്ച മേടിക്കാം. മോളെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കേ. സുമ പേടിക്കണ്ട.
ജാതകത്തിലെ പൊന്നിടാൻ പറ്റാത്ത ദോഷങ്ങളൊക്കെ തീരാൻ പോവാ. അതെന്താ അപ്പങ്ങളായിട്ടുള്ള കൂട്ടുകൂടാൻ പോവാ? അപ്പൂങ്കളായിട്ടുള്ള കൂട്ട് വിട്ടിട്ടില്ല, ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് പുതിയൊരാളായിട്ട് കൂട്ട് കൂടാൻ പോവാണേ. ഇതാണ് ആള്. കളറ് കൊണ്ടുണ്ടാ സുഭാഷിന് 28 വയസ്സ്. ഞാൻ 28 വയസ്സുള്ള അവിവാഹിതയാണ്. അമിതമായ വളർച്ച വേണ്ടാത്തതൊക്കെ എടുത്ത് വായിക്കും. വെറുതെ വാ വെറുതെ കച്ചറ ഉണ്ടാക്കണ്ടെന്ന്. നിങ്ങൾക്ക് തരാനുള്ള കാശ് പണൊക്കെ ശരിയായിട്ടുണ്ട് പറയാണ്. അത് തരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അത് അയിമ തരും പറയാണ്. എന്നാ പിന്നെ പൈസ ഇപ്പൊ തന്നെ ഇങ്ങട് തന്നേക്കടാ. പൈസ തരാതെ ഒരെണ്ണത്തിന് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കൂല. പണം ഞാൻ തരും. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ഈ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങൾ എല്ലാരുടെയും പണം ബാബുമോൻ കൊണ്ടുവരും. അപ്പോട്ടാ നോക്കി, ഇനി ഈ കാര്യത്തിന് ഞാൻ കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ദിനേശ വെറുതെ കാര്യം അറിയാതെ നീ വേണ്ട നീയും. അപ്പോട്ടാ നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറയണ? അപ്പൊ നിങ്ങളുടെ പ്രാന്ത് പിടിച്ച ചിന്ത, വേറിട്ട വഴി, മുത്തപ്പന് കൊടുത്ത വാക്ക്, ഏട്ടം വരുത്തി വെച്ച കുണ്ടാമണ്ടികൾക്ക് അനുഭവിക്കണം ഞാനും പിന്നെ ഈ സൊമ്മേടത്തെ ഒക്കെ കൂടിയാണ്. ഇനി അത് നടക്കില്ല. എനിക്ക് ഇവരുടെ കൂടെ നിന്നേ പറ്റൂ. മാറിക്കടാ, മാറിക്ക. ഒരാളൂടെ ഉണ്ട് സാർ. കേരളത്തെ മുഴുവൻ പറ്റിച്ച ഹരിത നായരുടെ അമ്മയായിരിക്കും ചിലപ്പോ. അവരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കയറ്റി 4 ഇടി കൊടുത്തു കഴിഞ്ഞാൽ തത്ത പറയും പോലെ എല്ലാ സത്യങ്ങളും പറയും. ദേ ഒളിച്ചിരിക്കുന്നു കള്ളി. നടക്കടാ. ഒരു പാവാണ് സാർ. അവർക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ല സാർ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. സാർ, നടക്കടാ. നിർത്ത്. റോസ്മേരി കേട്ടത്തില്ലേ? എന്നെ മനസ്സിലായില്ലയോ? ഞാൻ പീതാംബരക്കുറുപ്പ്, അച്ചായന്റെ പഴയ ശിഷ്യനാ. അയ്യോ, ചേട്ടത്തി എന്താ ഇവിടെ? അത് വിട്ടെ മറിക്കേ. വീട്ടിന്ന് റോസ്മേരി ചേട്ടത്തി അറിയില്ലയോ? നമ്മള് ജോണിച്ചായന്റെ കെട്ടിയോള്. അന്നൊക്കെ നമ്മുടെ ഇന്ദിരാജി വരെ നെഹ്റുവിന്റെ മോള് കേരളത്തിൽ വരുമ്പോ നമ്മൾ അച്ചായനെ കണ്ടിട്ടേ പോകാറുള്ളൂ. അത്രയ്ക്ക് പിടിപാടല്ലായിരുന്നു അച്ചായന്റെ പാർട്ടിയില്.